സ്വാഭാവികമായിട്ട് അദ്ദേഹം വരുമ്പോൾ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും MT അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഇപ്പോൾ ഹരിഹരൻ വന്നതുകൊണ്ട് പറയാമല്ലോ, MTയുടെ സിനിമയിൽ MT തിരക്കഥയെ ഒരു സാഹിത്യ രൂപമാക്കി മാറ്റാൻ MTക്ക് സാധിച്ചിട്ടുണ്ട്. ഈ തിരക്കഥകൾ പൊതുവെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈ റേഡിയോയിലൊക്കെ ശബ്ദ സംപ്രേഷണം വരുന്ന സമയത്ത് തിരക്കഥകൾ എത്രത്തോളം നാടകങ്ങളിൽ ഒരു പരിധിവരെ ഈ ശബ്ദ സംപ്രേഷണങ്ങൾക്ക് സാധ്യതയുണ്ടായിരുന്നു. സിനിമയുടെ തിരക്കഥകൾ ശബ്ദ പ്രക്ഷേപണം ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും ചില സീനുകൾ അത് ദൃശ്യവൽക്കരിക്കപ്പെട്ട സീനായിരിക്കും. അവിടെ ചിലപ്പോൾ ഒരു സംഭാഷണം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആ ഒരു വിടവ് എപ്പോഴും നമുക്ക് ഈ ശബ്ദ സംപ്രേഷണം അനുഭവപ്പെടും. പക്ഷേ MTയുടെ തിരക്കഥകൾ ശബ്ദ സംപ്രേഷണമായിട്ട് വരുമ്പോൾ ആ വിടവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദൃശ്യഭാഷ എന്ന് പറയുന്നത്, ഇപ്പോൾ വിഷ്വൽ മീഡിയയിൽ നമ്മൾ ദൃശ്യഭാഷയെക്കുറിച്ച് പറയുന്നുണ്ട്, അത് മനസ്സിലാക്കി തിരക്കഥയെ കൈവഴക്കത്തോടു കൂടി ഉപയോഗപ്പെടുത്താൻ അദ്ദേഹം സാധിച്ചിരുന്നു. ഉറപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ എഴുത്തിലും എപ്പോഴും ഒരു ദൃശ്യഭാഷ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് കഥകളിലൂടെയും നോവലിലൂടെ പോകുമ്പോഴൊക്കെ നമ്മൾ ആ ദൃശ്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. നമുക്ക് ആ കഥാപാത്രങ്ങൾക്ക് ഒരു മുഖമുണ്ട്, ആ പരിസരം നമ്മുടെ മനസ്സിൽ പതിയുന്നുണ്ട്. അപ്പോൾ ആ എഴുത്തിൻ്റെ ശൈലിയുടെ പ്രത്യേകത കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഹരിഹരൻ അകത്ത് കയറിയിട്ടുണ്ട്. ഹരിഹരനെ സംബന്ധിച്ച് ഈ വീടുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഈ വീട്ടിനകത്തേക്ക് കയറുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ഇപ്പോൾ മാധ്യമപ്രവർത്തകരൊക്കെ ആണെങ്കിൽ ഈ ഗേറ്റിൽ ഒന്ന് വന്ന് നിന്നും അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ഒരു ശുപാർശ വേണം അകത്തേക്ക് കയറാൻ. അദ്ദേഹം വളരെ സ്വതന്ത്രനായി അദ്ദേഹം അകത്തിരിക്കുന്നുണ്ടാവും എന്ന് കരുതി നമുക്ക് അങ്ങ് കയറി ചെല്ലാൻ പറ്റുന്ന വീടല്ല. പക്ഷെ അങ്ങനെ കയറി ചെല്ലാൻ പറ്റുന്ന ചുരുക്കം ആളുകളിൽ ഒരാളായിരുന്നു ഹരിഹരൻ. ഇപ്പോഴും അതേ സ്വാതന്ത്ര്യത്തോടു കൂടി ഹരിഹരൻ അകത്ത് കയറി ചെല്ലുന്നുണ്ട്, ആ കുടുംബത്തോടൊപ്പം ഇരിക്കുന്നുണ്ട്. അശ്വതിയുമായിട്ടൊക്കെ നല്ല ബന്ധം അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ അകത്തിരിക്കുകയാണ് അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഹരിഹരൻ MTയെ എങ്ങനെ ഓർക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് അറിയാനുള്ളൊരു താല്പര്യമുണ്ട്. കാരണം അത്രമേൽ ഹരിഹരനും ഈ MT വാസുദേവൻ നായരും വലിയ ബന്ധം, ആത്മബന്ധം സൂക്ഷിച്ചിരുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും ആ ആത്മബന്ധം അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ, തിരക്കഥയിലൊക്കെ ഒരു തിരക്കഥ ഒരു സംവിധായകനെ ഏൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു ഭയമുണ്ടാവും. ഒരു ലെജൻഡറി ആയിട്ടുള്ള എഴുത്തുകാരനും അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ ഒരു സിനിമ രൂപപ്പെടുമ്പോൾ, ഒരു സിനിമ നിർമ്മിക്കപ്പെടുമ്പോൾ ആ സിനിമ കൈവഴക്കത്തോടെ അത് പൂർത്തിയാക്കാൻ സാധിക്കുക സ്വാഭാവികമായിട്ടും ഒരു ലെജൻഡറി ആയിട്ടുള്ള മറ്റൊരു സംവിധായകന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പരസ്പരമുള്ള ഒരു കെമിസ്ട്രി ഈ ഹരിഹരനും MTയും തമ്മിലുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് MT അദ്ദേഹത്തിൻ്റെ തിരക്കഥകളെ ആത്മവിശ്വാസത്തോടു കൂടി, അഭിമാനത്തോടു കൂടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സംവിധായകനായിരുന്നു ഹരിഹരൻ എന്നുള്ളതാണ്. അതുകൊണ്ട് ഹരിഹരൻ എങ്ങനെ MTയെ ഓർത്തെടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സിനിമാ ലോകത്ത് MTയുടെ തിരക്കഥകൾ സ്വാഭാവികമായിട്ടും വലിയ ചർച്ചയാക്കപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തിരക്കഥകൾ പൊതുവെ അതൊരു സാഹിത്യത്തിൻ്റെ സ്വഭാവത്തോടു കൂടി ആരും പരിഗണിച്ചിരുന്നില്ല. ഒരു സിനിമയ്ക്ക് വേണ്ടി എഴുതപ്പെടുന്ന എന്ന് മാത്രമായി പരിഗണിക്കപ്പെട്ടിരുന്നപ്പോൾ ഈ തിരക്കഥകളെ ഒരു സാഹിത്യത്തിൻ്റെ ഭാഷയിലേക്കും സാഹിത്യത്തിൻ്റെ രൂപത്തിലേക്കുമൊക്കെ പരിവർത്തനം ചെയ്യുന്നതിൽ MTക്ക് വലിയ നിഷ്കർഷയുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം സാഹിത്യത്തിൻ്റെ ഭാഷ അത് നോവലുകളിലും ചെറുകഥകളിലും കവിതകളിലുമല്ല, അത് തിരക്കഥയിലും ഉപയോഗപ്പെടുത്താമെന്നുള്ളതാണ്. തിരിച്ചും ഒരു വലിയ ആശങ്കയുണ്ടാവാൻ സാധ്യതയുള്ളത് ഈ തിരക്കഥകൾ സാഹിത്യകാരന്മാർ കൈകാര്യം ചെയ്യുമ്പോൾ തിരക്കഥകൾക്കുള്ളിൽ സാഹിത്യത്തിൻ്റെ ഒരു ഭാരം സംഭവിക്കുകയും അത് ദൃശ്യഭാഷ നഷ്ടപ്പെടുകയും ചെയ്യാനുള്ള ഒരു സാധ്യത പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഭയം ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ തിരക്കഥകളിൽ ഈ സ്വാഭാവികമായിട്ടും ആ ദൃശ്യഭാഷയെ ഉപയോഗപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഒരു ദൃശ്യം കൊണ്ട് പറയേണ്ടത് ദൃശ്യം കൊണ്ട് പറയുകയും സംഭാഷണം കൊണ്ട് അടയാളപ്പെടുത്തേണ്ടത് സംഭാഷണം കൊണ്ട് അടയാളപ്പെടുത്തുകയും ഒരു തികഞ്ഞ സൈലൻസ് കൊണ്ട്, ഒരു മൗനം കൊണ്ട് അടയാളപ്പെടുത്തേണ്ടതിനെ തികഞ്ഞ സൈലൻസ് കൊണ്ട് പരിചയപ്പെടുത്താനും അടയാളപ്പെടുത്താനും ഒക്കെ തിരക്കഥയിൽ അദ്ദേഹം കാണിച്ചിരുന്ന ഒരു കൈവഴക്കം എന്ന് പറയുന്നത് ആ തിരക്കഥയെ ഒരു സാഹിത്യമായി പരിണമിക്കാൻ, അതൊരു സിനിമയായില്ലെങ്കിൽ പോലും, അത് സിനിമയായി പരിവർത്തനം ചെയ്യപ്പെട്ടില്ലെങ്കിലും വായിക്കപ്പെടാവുന്നൊരു സാഹിത്യരൂപമായി തിരക്കഥയെ മാറ്റിയെടുത്തതിൽ MT വാസുദേവൻ നായർക്ക് വലിയ പങ്കുണ്ട് എന്ന് പറയാതെ വയ്യ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹരിഹരനെ പോലുള്ള സംവിധായകന്മാർ MTയുടെ തിരക്കഥയെ അബ്രവാളിയിൽ എത്തിക്കുമ്പോൾ അത് അതിൻ്റെ എല്ലാ ഭാവുകത്വത്തോടും കൂടിയും എല്ലാ കഥാപാത്രത്തിൻ്റെ കരുത്തോടു കൂടിയും അബ്രവാളിയിൽ എത്തിക്കാൻ സാധിച്ചിരുന്നു. അതാണ് MTയും ഹരിഹരനും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി, രസതന്ത്രം എന്ന് പറയപ്പെടുന്നത്. ഇന്നലെ മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ച വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തെ മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങളിലൂടെ
എം ടി വാസുദേവൻ നായർ മമ്മൂട്ടിക്ക് എം ടി വാസുദേവൻ നായർ നൽകിയ കഥാപാത്രങ്ങൾ സ്വാഭാവികമായിട്ടും മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ അടയാളപ്പെടുത്താൻ സഹായിച്ചിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ എം ടിയിലൂടെ അദ്ദേഹത്തിന് കിട്ടി. എം ടിയുടെ ആത്മാംശമുള്ള പല കഥാപാത്രങ്ങളെയും മമ്മൂട്ടി അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊന്നുമല്ല മമ്മൂട്ടി എം ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി മമ്മൂട്ടി ഓർത്തെടുക്കുന്നത്. ആ എം ടിയുടെ ഹൃദയത്തിലേക്ക് ഒരു ഇരിപ്പിടം കിട്ടിയ, എം ടിയുടെ ഹൃദയത്തിൽ ഒരു ഇടം കിട്ടിയ ഒരു വ്യക്തി എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനമായും എം ടിയെക്കുറിച്ച് വളരെ പ്രധാനമായിട്ടും മമ്മൂട്ടി ഓർത്തെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു ഇരിപ്പ് ഇപ്പോൾ പല വേദികളിലും എം ടി വാസുദേവൻ നായരെ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ കൈകൂപ്പി കണ്ണടച്ചിരിക്കുന്ന എം ടി വാസുദേവൻ നായരെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കൈകൂപ്പി കണ്ണടച്ച് ഇരിക്കുകയും ആ വേദിയിലെത്തുമ്പോൾ അദ്ദേഹം സംസാരിക്കേണ്ടത് മാത്രം സംസാരിക്കുകയും ഒരു വലിയ ആൾക്കൂട്ടത്തെ കാണുമ്പോൾ വലിയൊരു വേദിയിൽ ഇരിക്കുമ്പോൾ എന്തൊക്കെ പറയണം എന്നതിനെക്കുറിച്ചും എന്ത് സംസാരിക്കണം, ഏത് വിഷയത്തിൽ സംസാരിക്കണം എന്നതിനെക്കുറിച്ചുമൊക്കെ കൃത്യമായ ധാരണയുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു എം ടി വാസുദേവൻ നായർ എന്നാണ്. ഈ കമലഹാസനെ പോലെ ലെജൻഡറി ആയിട്ടുള്ള പല നടന്മാരും അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നുണ്ട്. വലിയ എഴുത്തുകാരനെയാണ് മലയാളത്തിന് നഷ്ടമായത് എന്നാണ് കമലഹാസൻ പ്രതികരിച്ചത്. മലയാള സാഹിത്യ ലോകത്തെ ഏറ്റവും വലിയ വ്യക്തിത്വമാണ് അദ്ദേഹം. മലയാളത്തിന് തന്നെ പരിചയപ്പെടുത്തിയ കന്യാകുമാരി എന്ന സിനിമയുടെ എഴുത്തുകാരനുമായുള്ള സൗഹൃദത്തിന് 50 വയസ്സായി എന്ന് അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട്. കാരണം കമലഹാസൻ മലയാള സിനിമയിലേക്ക് എത്തുന്നത് കന്യാകുമാരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മലയാളത്തിലെ അത് എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ മലയാളത്തിലെ മഞ്ജു വാര്യരെ പോലുള്ള പ്രഗത്ഭരായ നടിമാർ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നുണ്ട്. എം ടി സാർ കടന്നു പോകുമ്പോൾ ഞാനൊരു എഴുത്തോലയെക്കുറിച്ച് ഓർത്തു പോകുന്നു. 9 വർഷം തിരൂർ തുഞ്ചംപറമ്പിൽ വിദ്യാരംഭം കലോത്സവം ഉദ്ഘാടനത്തിന് ചെന്നപ്പോൾ അദ്ദേഹം എനിക്ക് സമ്മാനിച്ചതും ആ ഓർമ്മകൾ മഞ്ജു വാര്യർ ഓർത്തെടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും